ഹായ് മൈ ഡിയർ ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് അരി മാത്രമാണ്. നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരുന്ന അരിയാണ് കേട്ടോ അത്. നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. പിന്നെ വറുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ തീയിലിട്ട് മാത്രമേ അതൊന്ന് വറുത്തെടുക്കാവൂ. ഹൈ ഫ്ലെയിം ആയിപ്പോയാൽ അരി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ഇത് ഒരു അരഭാഗത്തോളം മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. നന്നായിട്ട് അരി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അരിയുടെ നിറമൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു 5 മിനിറ്റ് കൂടി ഇളക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ശരിയായി വരും. ആ സമയത്ത് നമുക്കൊരു 4 ഏലക്കയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിടാം. ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിയിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മാവ് പോലെ പൊടിക്കണമെന്നില്ല കേട്ടോ, ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാകുന്നത് നല്ലതാണ്. അതിട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു ബൗളിൽ ശർക്കരയാണ്. ശർക്കരയുടെ അളവ് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടാം കേട്ടോ. അത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇളക്കി നന്നായിട്ട് ഉടച്ചൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ഏകദേശം നമ്മുടെ പുട്ട് പിടിക്കുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ആ ശർക്കരയിൽ നിന്നുള്ള വെള്ളമൊന്ന് ജസ്റ്റ് ഇറങ്ങും. ആ സമയത്ത് കുറച്ച് നെയ്യ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഞാൻ ഇറക്കി വെച്ചു. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ ചൂടോടെ തന്നെ ഉരുട്ടണം, എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും കേട്ടോ. ഓരോന്നായിട്ട് ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് എടുക്കുക. നമ്മൾ ഈ ചെറിയ ചൂടോടുകൂടി പിടിച്ചാൽ മാത്രമേ ആ ഒരു ഉരുള നമുക്ക് കറക്റ്റിന് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ഇതുപോലെ നമുക്ക് ആ മാവ് മൊത്തം ഒന്ന് ഉരുട്ടിയെടുക്കാം. പിന്നെ ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടാനുസരണം വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഹെൽത്തിയാണ്. അതുമാത്രമല്ല വളരെ രുചികരവുമാണ്. ഉണ്ടാക്കാൻ കുറച്ച് സമയം മാത്രം മതി. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ്.